എന്റെ സോഫി സോഫി ഈ സംഭവം പോലീസിൽ അറിയിച്ചില്ലേ? അറിയിച്ചു. എനിക്ക് എന്റെ സോഫി കിട്ടിയാ മതി. പോലീസ് എന്താ വരാത്തത്? എനിക്ക് അറിയില്ല. എനിക്ക് എന്റെ സോഫി കിട്ടിയാ മതി. ആഭ്യന്തരമന്ത്രിയുടെ അനാസ്ഥയാണ് ഇതെന്ന് സാറിന് തോന്നുന്നുണ്ടോ? ആരുടെ അനാസ്ഥയാണെങ്കിലും ശരി, എനിക്ക് എന്റെ സോഫിയെ കിട്ടിയാ മതി. മന്ത്രിസഭയുടെ രാജി താങ്കൾ ആവശ്യപ്പെടുന്നുണ്ടോ? ആര് രാജി വെച്ചാലും ശരി, നിങ്ങളുടെ സോഫിയെ കിട്ടിയാ മതി. ഒരു കാര്യത്തിൽ കെട്ടിവെച്ചില്ല. എനിക്കൊന്നും പറയാനില്ല. കിഡ്നാപ്പർ ചന്ദ്രനെ കുറിച്ച് വല്ല സൂചന ലഭിച്ചിട്ടുണ്ടോ? ഇത് പോലീസിന്റെ അനാസ്ഥയല്ലേ? എന്തുകൊണ്ടാണ് താങ്കൾ താമസിച്ചത്? കിഡ്നാപ്പർ ചന്ദ്രൻ എന്റെ പോക്കറ്റിനകത്തുണ്ട്. പിന്നെ അനാസ്ഥ അതെന്താണെന്ന് അറിയണമെങ്കിൽ നിന്റെ ആസ്ഥാനത്തിന് തന്നറിയൂടാ. പിന്നെ താമസിച്ചത് വരുന്ന വഴിക്ക് 2 കിലോ ഉണക്കമീൻ മേടിച്ച് നിന്റെ അമ്മായിയുടെ വീട്ടിൽ കൊടുക്കാനുണ്ടായിരുന്ന. ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞാൽ മതിപടി. സാർ പറയൂ പ്ലീസ്. ഒന്നും പറഞ്ഞില്ല. എന്താ സാർ പറയൂ. എന്റെ പൊന്നനിയ, എന്റെ പൊന്നു പെങ്ങളെ, ഒന്നും പറയാറായിട്ടില്ല. കേസിന്റെ അന്വേഷണം നടക്കുന്നല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞെല്ലാം വിശദമായിട്ട് പറയാം. സാർ എന്തെങ്കിലും പ്ലീസ്. എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ അതിന് പറ്റിയ സമയത്തല്ലോ. എന്തായാലും ഞാൻ നമ്പ്യാരോട് സംസാരിച്ചതിന് ശേഷം നമുക്കിതൊന്ന് സംസാരിക്കാം. അതുപോലെ ആ മിസ്റ്റർ നമ്പ്യാർ, ഒരു മിനിറ്റ്. മിസ്റ്റർ നമ്പ്യാർ, എനിക്ക് പേഴ്സണൽ ആയിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താണ്? എല്ലാം നഷ്ടപ്പെട്ടില്ലേ? ആർക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്? മിസ്റ്റർ നമ്പ്യാർ, നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. പ്ലീസ് നിങ്ങളൊന്ന് പുറകോട്ട് മറന്ന് നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. പ്ലീസ്. വരാം, ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. വരാം. സാർ, എന്താ സാർ ഇത്? മീഡിയയിൽ കൂടെ എല്ലാം ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നീക്കങ്ങൾ എല്ലാവർക്കും മനസ്സിലാവില്ലേ? അത് കൂടുതൽ അപകടങ്ങളെല്ലാം ഉണ്ടാക്കൂ. നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. മീഡിയയിൽ കൂടെയെങ്കിലും എന്റെ മനസ്സിന്റെ വേദന ആ കസ്മന്മാർ മനസ്സിലാക്കട്ടെ. സാർ പ്ലീസ്, ഇനി അവർ വിളിക്കും. അവരെവിടെ നിന്നാണ് വിളിക്കുന്ന അറിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് അവരെ ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇനി അവർ വിളിക്കുമ്പോൾ സാർ അവരോട് മാക്സിമം സംസാരം നീട്ടണം. അവര് ചോദിക്കുന്ന പണം കൊടുക്കാന്ന് പറയണം. അത് എവിടെ വെച്ച്, എപ്പം, എങ്ങനെ, ഇതെല്ലാം സാർ ചോദിച്ചു മനസ്സിലാക്കണം. ഇതേ നമുക്ക് അവരെ വീഴ്ത്താൻ ഒരു വഴിയുള്ളൂ. പ്ലീസ് സാറ് ഞങ്ങളോട് സഹകരിക്കണം. അയ്യോ സാറേ, ഞാൻ എങ്ങനെ വേണമെങ്കിലും സഹകരിക്കാൻ. എനിക്ക് എന്റെ സോഫിയ മാത്രം സാർ, ചാക്കോ, ബാബു ഒന്ന് കേറി വന്നേ. സാറ് ബോധം കെട്ട് വീണ്.